പ്രിൻസിപ്പൽ അച്ഛൻ വരുന്നു. എന്താ സംഭവിച്ചത്? മുരളി ഇടയ്ക്കിടയ്ക്ക് ഹോസ്റ്റലിൽ വരാറുള്ളതാ. രാത്രി മഴ പെയ്തപ്പോൾ ജനറേറ്റർ റൂമിൽ കയറി നിന്നതാവണം. ഇന്നലെ കോളേജിൽ നടന്ന അടിയുടെ ബാക്കി ഹോസ്റ്റലിൽ ഉണ്ടാവുമെന്ന് പേടിച്ചിരുന്നു. അതുകൊണ്ടാ കറണ്ട് പോയപ്പോൾ ലീക്ക് ഉണ്ടെങ്കിലും ജനറേറ്റർ ഓൺ ചെയ്തത്. മുരളി ഒരു ആസ്മ പേഷ്യൻ്റ് ആയിരുന്നല്ലോ. ജനറേറ്റർ റൂമിലാണെങ്കിൽ വെന്റിലേഷനും ഇല്ല. വിഷപ്പുക ശ്വസിച്ചതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ജനറേറ്റർ ഓൺ ചെയ്ത സമയത്ത് അകത്താളുണ്ടെന്ന് താൻ അറിഞ്ഞല്ലേ? ഇരുട്ടല്ലേ അച്ചോ, അനക്കൊന്നും കേട്ടതുമില്ല. ചിലപ്പോ അതിനകത്തിരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കും. കാലത്ത് ജനറേറ്റർ ഓഫ് ചെയ്യാൻ ചെന്ന് നോക്കുമ്പോഴാ. കോളേജിൽ നിന്ന് പിരിഞ്ഞു പോരുന്നതിന് മുമ്പ് ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് തരുമെന്ന് അച്ഛൻ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നതല്ലേ? ഇത് ഇത്തിരി നേരത്തെ ആയിപ്പോയില്ലേ? He liked his college, his hostel so much. അവിടുന്ന് പോരാൻ തോന്നാറില്ലെന്ന് ഇപ്പോഴും പറയുമായിരുന്നു. ആനാ പോയിട്ട കാലമിനിയുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. ഇവിടുന്ന് പോയി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഇവിടെ തിരിച്ചു വരണം. അന്ന് പലരും വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. രക്ഷപ്പെട്ടവർക്ക് മനസ്സുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ് ഒന്നുമില്ലെങ്കിലും അന്ന് നമ്മൾ ഏത് കോലത്തിലാണെന്നെങ്കിലും കാണാലോ. പിന്നെ ഇന്ന് സീരിയസ് ആയി ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് തമാശയോട് ഓർത്ത് ചിരിക്കാൻ പറ്റും. നാളെ വീണ്ടും കോളേജ് തുറക്കും. ക്ലാസ്സിൽ മുരളി ഉണ്ടാവില്ല. താരയും ഇനി അവളുടെ വീട്ടുകാർ കോളേജിലേക്ക് അയക്കും തോന്നില്ല. കടം കഴിക്കൽ പോലെ കുറെ ദിവസങ്ങൾ അത് ഇനി കോളേജ് ലൈഫിലുണ്ടാവും. ഞാൻ പഠിത്തം മതിയാക്കാണ് വയസ്സേ. എന്താ നീ പറയുന്നത്? താരയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത്, നിനക്കറിയാലോ. അവളെ അപമാനിച്ച് എന്റെ പഴയ സഹിച്ചുവിടെ നിൽക്കാൻ വയ്യ. താരയെ ഞാൻ പോയി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, ആ തെറ്റിദ്ധാരണ ഇനി മാറ്റാൻ പറ്റില്ല. അവള് പോയി, അത് സത്യ. വീട്ടിൽ അമ്മയ്ക്കും വയ്യാണ്ടായി. എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് അമ്മയും പെങ്ങന്മാരെ നോക്കണം. ഈ മാനസികാവസ്ഥയില് പഠിക്കലും പരീക്ഷ എഴുത്തൊന്നും നടക്കില്ല. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെടാ, ഇവിടെ നിന്നൊരു മാറ്റം അത്യാവശ്യമാണ്. നാട്ടിലുള്ളൊരു ഹമീദ് ഇപ്പൊ ബോംബെയിലുണ്ട്. അവിടെ ചെന്ന് അയാളെ തപ്പിപ്പിടിച്ചെടുക്കണം. പിന്നെ മുരളി പറഞ്ഞ പോലെ ഭാഗ്യമുണ്ടെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും വീണ്ടും കാണാം. ഡയമണ്ട് ബിസിനസ്സുകാരുടെ ഇന്റർനാഷണൽ ഏജന്റ് ഒരു ഹമീദ് സുഗുവിന്റെ നാട്ടുകാരനായിരുന്നു. അയാളാണ് സുഗുവിനെ ഡയമണ്ട് ബിസിനസ് ടോപ്പ് ഗണ്ണായ ശാന്താറാമിനെ പരിചയപ്പെടുത്തിയത്. സുഗുബിൻ അയാളുടെ വിശ്വസ്തനായി. അമ്മയെ മുംബൈയിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും പെങ്ങന്മാരെ കെട്ടിച്ചയക്കാനും ഒക്കെ അയാളാണ് സുഗുവിനെ സഹായിച്ചത്. ശാന്താറാമിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒരു അണ്ടർവേൾഡ് ഡോണുമായി പ്രണയത്തിലായിരുന്ന അയാളുടെ മകൾ രത്നയെ സുഗുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. കടപ്പാടിന്റെ പേരിൽ ശാന്താറാമിന്റെ മരണം വരെ ഒരു വീടിനുള്ളിൽ ഭാര്യ ഭർത്താക്കന്മാരായി അവർ അഭിനയിച്ചു. ശാന്താറാം മരിച്ചതോടെ രത്ന നാടകം മതിയാക്കി ഡിവോഴ്സും വാങ്ങി കാമുകനോടൊപ്പം പോയി.
സർ. ശരി. ഇതിനിടയിൽ എപ്പോഴെങ്കിലും അവൻ താരയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കോളേജിൽ നിന്ന് പിരിഞ്ഞത് പിന്നെ ഈ ഫംഗ്ഷൻ വന്നപ്പോഴാണ് അവളെ കാണുന്നത്. അവളുടെ വരവിന് പിന്നിൽ എന്തോ ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു സർ. അതുറപ്പാ. ഇല്ല സർ, സാറ് വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ ഫംഗ്ഷന് വന്നത്. അല്ലാതെ എനിക്കൊരു ദുരുദ്ദേശം ഇല്ലായിരുന്നു. പിന്നെ താൻ എന്തിനാണെന്ന് പയസിനെയും ഫാമിലിയെയും ഡോക്ടറുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? അന്ന് രാത്രി തന്നെ കാണണമെന്ന് താൻ നിർബന്ധിച്ചു എന്നാണല്ലോ ഡോക്ടർ പറയുന്നത്. പറയൂ, പഴയ കണക്കുകളൊക്കെ തീർക്കാനല്ലെങ്കിൽ പിന്നെ പയസിനെ ഇവിടുന്ന് പറഞ്ഞയച്ച് സുഗുവിനെ ഒറ്റപ്പെടുത്തിയത് എന്തിനായിരുന്നു? അന്ന് രാത്രി താനവനെ കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാ. പിന്നീട് എന്താണ് നടന്നത്? അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ പറയാം. അന്ന് പയസിനെ ഇവിടുന്ന് മാറ്റിയത് സുഖുവിനെ തനിച്ചു കിട്ടാൻ വേണ്ടി തന്നെയാ. പക്ഷേ അത് സാർ ഉദ്ദേശിച്ചതുപോലെ പ്രതികാരം ചെയ്യാനല്ല, പറ്റിപ്പോയ തെറ്റുകൾക്ക് മാപ്പ് പറയാനാ. കോളേജിലെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വീട്ടുകാരെന്നെ മദ്രാസിലെ കലാക്ഷേത്രയില് ഡാൻസ് കോഴ്സിന് ചേർക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എന്റെ ഡാൻസിന്റെ കുറെ സർട്ടിഫിക്കറ്റുകൾ സുഖുവിന്റെ കയ്യിലാണെന്ന് ഞാൻ ഓർത്തത്. അന്ന് എനിക്ക് സതീശനുമായിട്ട് മാത്രമേ കോണ്ടാക്ട് ഉണ്ടായിരുന്നുള്ളൂ. മദ്രാസിൽ പോകുന്നതിന്റെ തലേന്ന് ഞാൻ സതീശനെയും കൂട്ടി സുഖുവിന്റെ വീട്ടിൽ ചെന്നു. ആ വീടിന്റെ അവസ്ഥ കണ്ടപ്പോ ഞാൻ ആകെ തകർന്നു പോയി. സുഖുവിന്റെ വീട്. അതെ, വരൂ. അകത്തേക്ക് വരൂ. ഞങ്ങള് സുഖുവിന്റെ ക്ലാസ്മേറ്റ്സാ. ചേച്ചി എനിക്കറിയാം, ഒത്തിരി തവണ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ആരാ മോളെ? സുവർണന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളാ. വരൂ. എന്താ? എന്റെ ഡാൻസിന്റെ കുറെ സർട്ടിഫിക്കറ്റുകൾ സുഖുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അതിവിടെ ഉണ്ടോന്ന് അറിയാൻ വന്നതാ. സുഖുവിന്റെ പഴയ ബുക്ക് കെട്ടുകളൊക്കെ ഇവിടെ പെട്ടിക്കാത്തിരിപ്പുണ്ട്, വന്ന് നോക്കിക്കോളൂ. ഉണ്ടെങ്കിൽ ഇതിനകത്ത് കാണും, നോക്കിക്കോളൂ. സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി, ഞങ്ങൾ ഇറങ്ങാ. ഒരു ചായ പോലും കുടിക്കാതെ. ചായ ഒന്നും വേണ്ട. ബോംബെയിലെ സുഖുന് വിശേഷമൊന്നുമില്ലല്ലോ. അവൻ അവിടെ കിടന്ന് നരയിക്കല്ലേ, അതിൽ കൂടുതൽ എന്ത് വിശേഷം ഉണ്ടാവാനാ? എങ്ങനെ നരയിക്കാതിരിക്കും? ഞാൻ വീടാന്തരം കയറി ഇറങ്ങി നടുവൊടിയ അലക്കി കിട്ടിയ കാശ് കൊണ്ടാ അവനെ കോളേജിൽ അയച്ചത്. മുണ്ട് മുറുക്കി കൊടുത്തും ഇതുങ്ങളെ പട്ടിണി കിട്ടുവാ ഹോസ്റ്റലിലേക്ക് മാസം തോറും കാശ് അയച്ചു കൊടുത്തത്. എന്നിട്ട് പരീക്ഷ പോലും എഴുതാതെ എല്ലാം കൊണ്ടുപോയി തൊലച്ചില്ലേ? അമ്മേ, നീ ഉണ്ടായിരിക്കടി. അവൻ ഡിഗ്രിക്കാരനാവുന്നതും ജോലിക്കാരനാവുന്നതും നല്ലൊരു ജീവിതം ഉണ്ടാവുന്നതും സ്വപ്നം കണ്ട ഇതുങ്ങള് ഇനി നാട്ടുകാരുടെ വീഴ്പലക്കി കിട്ടുന്ന കാശ് അവന് ബോംബെക്ക് അയച്ചു കൊടുക്കണം. ഒരു ഡിഗ്രി പോലും ഇല്ലാതെ അവൻ എന്ത് ജോലി കിട്ടാനാ? ഒരുത്തം കെട്ടവൻ. അവൻ ഗുണം പിടിക്കില്ല, ഗുണം പിടിക്കില്ല. എന്നെ മാത്രമല്ല, ആ പാവം വീട്ടുകാരെയും കൂടെ വഞ്ചിച്ചിട്ടാ അവൻ ബോംബെക്ക് പോയത്. ദുഷ്ടനവൻ. അവന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. സ്വന്തം അമ്മയുടെയും പെങ്ങന്മാരുടെയും കണ്ണീര് കാണാൻ കഴിയാത്ത തനി ഹിപ്പോക്രേറ്റാണ് അവൻ. ആ അമ്മ പറഞ്ഞു കേട്ടില്ലേ, ഈ ശാപം അവൻ എവിടെ കൊണ്ട് തീർക്കും?
അമ്മയുടെ ശാപവാക്കുകൾ അവൻ്റെ തലയിലല്ല, എൻ്റെ തലയില വീണത്. അവൻ കോളേജിൽ നിന്ന് പഠിത്തം നിർത്തി പോയതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. തൻ്റെ കത്ത് ബാലറ്റ് പെട്ടിയിലിട്ടത് ഞാനാ. ആ ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എനിക്ക് കുറച്ച് നാളുകൾ വേണ്ടി വന്നു. പിന്നീട് മദ്രാസിൽ നിന്ന് ആദ്യത്തെ വെക്കേഷൻ വന്നപ്പോൾ സുഗുവിൻ്റെ ബോംബെയിലെ അഡ്രസ്സ് മേടിക്കാൻ ഞാൻ വീണ്ടും അവൻ്റെ വീട്ടിൽ പോയി. പക്ഷെ അപ്പോഴേക്കും സുഗു അമ്മയും സിസ്റ്റേഴ്സിനെയും ബോംബെക്ക് കൊണ്ടുപോയിരുന്നു. എൻ്റെ ആദ്യത്തെ ഡാൻസ് പ്രോഗ്രാം ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ചായിരുന്നു. അന്ന് അവിടെ അത് അറേഞ്ച് ചെയ്തെന്ന മണി നായർ സുഗുവിൻ്റെ ബോസ് ശാന്താറാമിൻ്റെ ഫാമിലി ഫ്രണ്ടായിരുന്നു. അയാളിൽ നിന്നാണ് സുഗുവിൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം ഞാൻ അറിയുന്നത്. വിഷമമൊന്നും തോന്നിയില്ല. അവൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് അത് ചെയ്തതെന്ന് എനിക്കറിയായിരുന്നു. പിന്നീട് ഈ മണി നായർ എൻ്റെ നോർത്ത് ഇന്ത്യൻ പ്രോഗ്രാമുകളുടെ കോർഡിനേറ്ററായി. അയാളിൽ നിന്നും സുഗു ഡൈവേഴ്സ് ആയതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. പണ്ട് ഞാൻ അവനൊന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ അവന് ഈ ഗതി വരില്ലായിരുന്നു. എല്ലാം ഏറ്റു പറഞ്ഞ് അവനോട് മാപ്പ് പറയാനാ ഞാൻ ഈ ഫംഗ്ഷന് വന്നത്. ഡെസേർട്സ് പിന്നെ എടുക്കാം. These are all South Indian dishes. Hope you are enjoying the food. Yeah, very nice. അതോ പറയ്. ഈ ഇരിക്കുന്ന നോൺ വെജ് ആണ്. അപ്പൊ ഇതോ അപ്പൊ എന്താ കഴിക്കുക? ഹലോ, ഐസ്ക്രീം കഴിക്കാൻ ഇല്ലയോ? പേടിക്കണ്ട, ഉപദ്രവിക്കാനൊന്നല്ല. എനിക്ക് കുറച്ച് സംസാരിക്കണം. ജനറേറ്റർ റൂമിന്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? പതിനഞ്ച് വർഷങ്ങൾ വേണ്ടി വന്നു നിനക്കെന്റെ സ്നേഹം മനസ്സിലാക്കാൻ, എന്നെ മനസ്സിലാക്കാൻ. തന്നെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിധിയായിരിക്കും. വിധി പല രൂപത്തിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യം ഒരു ജീവിതം വെച്ച് നീട്ടി കൊതിപ്പിച്ചിട്ട് അത് തിരിച്ചെടുത്ത് കളഞ്ഞ താരാക്കുറുപ്പിന്റെ രൂപത്തിൽ. പിന്നീട് മുംബൈയിലെ പട്ടിണിക്കാലത്ത് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി തന്ന ശാന്താറാമിന്റെ രൂപത്തിൽ. ഒടുവിൽ എന്നെ കൊണ്ട് ഭർത്താവിന്റെ വിഡ്ഢിവേഷം കെട്ടിച്ച രത്ന ശാന്താറാമിന്റെ രൂപത്തിൽ. എനിക്കിപ്പോ ആശകളോ പ്രതീക്ഷകളോ ഒന്നുമില്ല താര. ഒരുപാട് വൈകിപ്പോയി മാപ്പ് പറച്ചലിനോ കുറ്റബോധത്തിനോ ഒന്നും എന്റെയോ തന്റെയോ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. ചിലപ്പോൾ ശരിയായിരിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. സ്ഥിരം വേദികൾ, സ്ഥിരം സംഘാടകർ, കൈയടിക്കുകയോ നിസ്സംഗരായി നോക്കിയിരിക്കുകയോ ചെയ്യാറുള്ള ആസ്വാദകര്. ഞാനും ജീവിതത്തിലെ ഈ മാറ്റമില്ലായ്മയായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ സുഖു, എന്റെയും തന്റെയും ജീവിതം രണ്ടു വഴിക്ക് തിരിച്ചുവിട്ട അതേ വിധി ഇപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അത് വെച്ച് നീട്ടുന്നത് നമ്മുടെ പഴയ സ്വപ്നങ്ങളാ. പഴയ ഉണ്ടക്കണ്ണിക്കും പൊടിമിശക്കാരനും അത് സ്വീകരിച്ചൂടെ? പിന്നീട് സുഖം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തിനാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല സർ.
കാര്യം അയ്യർ സാറിനോട് പറയേണ്ടി വന്നു. പക്ഷേ പിന്നീട് അവിടെ നടന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ആരോടും പറയില്ല. ഓ, അന്ന് രാത്രി ജനറേറ്റർ റൂമിന്റെ അടുത്തുണ്ടായിരുന്ന അവരായിരുന്നോ? അച്ഛനെന്താ അങ്ങനെ ചോദിച്ചത്? അല്ലല്ല, അന്ന് അവിടെ അവർ രണ്ടാളും മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. പിന്നെ അന്ന് പാർട്ടിക്കിടെ കറി വീണത് കാരണം ലോഹ മാറ്റാൻ വേണ്ടി ഞാൻ എൻ്റെ മുറി വന്നിരുന്നു. തിരിച്ചിറങ്ങാൻ നേരം ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് രണ്ടുപേര് നടന്നു പോകുന്ന ശബ്ദം ഞാൻ കേട്ടു. പുറത്തിറങ്ങിയപ്പോഴേക്കും അവര് പോയി കഴിഞ്ഞു. അപ്പൊ ദേ ജനറേറ്റർ റൂമിന്റെ അടുത്തുനിന്ന് വേറെ ആരോ ഓടി വരുന്ന ശബ്ദം. അതൊരു സ്ത്രീ ആയിരുന്നു, എനിക്ക് ഉറപ്പാ. കൊലുസിന്റെ ശബ്ദം ഉണ്ടായിരുന്നു. കൊലുസിന്റെ ശബ്ദം? ആരായിരുന്നു? ചോദിച്ചിട്ടൊന്നും പറയാതെ ഓടിക്കളഞ്ഞു. രാത്രിയിൽ എനിക്ക് കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടെന്ന് അറിയാവുന്ന ആരോ ആണത്. ആ കൊലുസിന്റെ ശബ്ദം ഇനിയും കേട്ടാൽ അച്ഛന് തിരിച്ചറിയാൻ പറ്റൂ? രാത്രിയായാൽ റസിയെ ടെറസിൽ കാണാറുണ്ടെന്ന് ഔസേപ്പ് പറഞ്ഞു. ഞാൻ റസിയെ കാത്തു നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പണ്ടും റസിയ ഇങ്ങനെയായിരുന്നു. ഒന്നുകിൽ ഏതെങ്കിലും പുസ്തകങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെങ്കിലും. ഈ ലോൺലിനെസ് ഒരു സുഖമുള്ള ഏർപ്പാടാണല്ലേ. നല്ല നിലാവ്, സുഖമുള്ള കാറ്റും. ഈ ടെറസ് ഓക്കെയാണ്. പക്ഷേ രാത്രി ജനറേറ്റർ റൂമിനടുത്ത് പോകുന്നത് കൊണ്ട് എന്ത് സുഖം കിട്ടാനാ? എന്താ ഒരു പരിഭ്രമം? താൻ എന്തിനാ ഫംഗ്ഷന്റെ അന്ന് രാത്രിയിൽ ജനറേറ്റർ റൂമിനടുത്ത് പോയത്? വെറുതെ പോയതാ. വെറുതെ പോയതോ? എങ്കിൽ എസ്തപ്പാനച്ചനെ കണ്ടപ്പോ ഓടിക്കളഞ്ഞെന്തിനാ? അത് ഞാൻ അവിടെ പോയ കാര്യം ആരും അറിയരുതെന്നുണ്ടായിരുന്നു. അതെന്താ? താരയും സുഖവും സംസാരിച്ചത് മുഴുവൻ ഒളിഞ്ഞു കേട്ട കാര്യം ഫ്ലാഷ് ആകുമെന്ന് പേടിച്ചാണോ? തന്നെ കുറിച്ചുള്ള ഒരു കാര്യവും ചോദിക്കില്ലെന്ന് ഉറപ്പിലാണ് ഇവിടെ വരുത്തിയത്. പക്ഷെ ഇത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കോളേജിൽ പഠിച്ചിരുന്ന കാലത്തെ തനിക്കെന്തോ പ്രശ്നമുണ്ടായിരുന്നു. ആരോടും ഒന്നും മിണ്ടാതെ ഇടയ്ക്ക് വെച്ച് ഇവിടുന്ന് TC വാങ്ങിപ്പോയതിന്റെ കാരണം എന്തെന്ന് ഇതുവരെ എനിക്ക് പിടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി. താരയും സുഖവുമായുള്ള പ്രേമവുമായിട്ട് അതിനെന്തോ കണക്ഷൻ ഉണ്ട്. നോക്ക്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. സത്യം താൻ എന്നോട് പറഞ്ഞേ പറ്റൂ. സാറിനൊന്നും അറിയില്ല. സാറിന് നല്ലപോലെ പഠിപ്പിക്കാൻ അറിയായിരുന്നു, കുട്ടികളെ സ്നേഹിക്കാൻ അറിയായിരുന്നു. അതിനപ്പുറം ഒന്നും അറിയില്ല. സാറിന് സാറിന്റെ മകനെ പോലെ ശരിക്കും അറിയില്ലായിരുന്നു. സാറിനെന്നല്ല, ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഈ പർദ്ദ എന്റെ ശരീരത്തെ മാത്രമല്ല, എന്റെ ജീവിതത്തെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അതിനുള്ളിൽ തുടിക്കുന്ന ഒരു മനസ്സുണ്ടെന്നറിഞ്ഞത് ഒരാൾ മാത്രം, സാറിന്റെ മകൻ മുരളി. അവൻ എന്നു മുതൽക്ക് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല. അത് ഫൈനൽ ഇയറിലെ സമരങ്ങളുടെ കാലമായിരുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും ഒരു കവിതയുടെ അവസാനം എനിക്ക് പണിയില്ല. കാട്ടുകള്ളന്മാരുടെ കയ്യിലേപ്പിക്കാനുള്ള സർക്കാരിന്റെ നെറികെട്ട നീക്കത്തിനെതിരെ ഇന്ന് SFK സംസ്ഥാന വ്യാപകമായി പഠിപ്പുണക്കിന് ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം. എല്ലാവരും ക്ലാസ് റൂം വിട്ട് വെളിയിൽ ഇറങ്ങണം. ഇറങ്ങണം. എന്താണ് പ്രശ്നം? താര എന്താ പ്രശ്നം? ആരാ താരയെ പഠിക്കാൻ സമ്മതിക്കാത്തത്? എനിക്കെന്താ ഇതിൽ കാര്യം? കാണിക്കുന്നേ ക്ലാസ്മേറ്റ്സ് എന്നുള്ള വിചാരം പോലും ഇല്ലാണ്ടായോ? സുഖം വന്നേ, ഞാനല്ലേ പറയുന്നേ. ഓ, നീ ഉണ്ടോ യുവരാജികളുടെ കൂടെ? ഹോസ്റ്റലിനടുത്താ വീടത്, മറക്കണ്ട. വെറുതെ പണി വാങ്ങിക്കല്ലേ. എന്റെ ഒരു ബുക്ക് കാണുന്നില്ല, അത് നോക്കുമായിരുന്നു. അവളൊരു ബുക്ക്. ഒരു സഹപാഠിയുടെ കവിത അയാളുടെ അനുവാദമില്ലാതെ ഞാൻ ട്യൂൺ ചെയ്ത് പാടുകയാണ്.
കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്ന് നോക്കി നടക്കേണ്ട റസിയ. വീട്ടിന്റെ മുന്നിൽ കൂടെ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണിയുടെ മണം അടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ച് സൽക്കരിക്കണേ. നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ നിന്റെ പുഞ്ചിരിപ്പാലിനുള്ളിലെ പഞ്ചസാരയാവാം നിന്റെ നെഞ്ചിലെ തപ്പുമുട്ടുമായി എന്നും എന്റെ ആവാം ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ ഒപ്പനയ്ക്കു നീ കൂടുവാൻ മൈലാഞ്ചി മൊഞ്ചൊന്നു കാണുവാൻ എന്തുമാത്രമെന്നാഗ്രഹങ്ങളെ മൂടിവെച്ചുവെന്നോ എന്റെ കൽബിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ എന്റെ പൊന്നു റസിയ. റസിയ എന്തോപ്പാ ഇതെന്താ ഇത്? അത് അത് ഇതെന്താന്നാ ചോദിച്ചേ? ഉപ്പ ഞാൻ വെറുതെ ആ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ആ രണ്ടും തുല്യ ശക്തികളാ. ആ പ്രശ്നമൊന്നും ഉണ്ടാകാതെ എല്ലാം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. ശരി, ഞാൻ വിളിക്കാം. എന്താ? വെള്ള TC വേണം. ഈ കുട്ടി ഫൈനൽ ഇയർ അല്ലേ? ഇപ്പൊ TC എന്തിനാ? ഇന്റെ മോളിലെ TC എപ്പോ മേടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഈ ലോഹയോട് മുന്നിൽ റെസ്പെക്ട് ഉണ്ട്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇത് ഓഫീസിൽ കൊടുത്താൽ മതി. ആ വെള്ള TC വേണം. ലൈബ്രറി ഡ്യൂസ് വല്ലതും ഉണ്ടോ? ഒരു ബുക്ക് കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് നോ ഡ്യൂസ് സർട്ടിഫൈ ചെയ്തിട്ട് വാ. എന്തിനാ റസിയ TC വാങ്ങുന്നേ?
റസിയ മറന്നില്ല എന്റെ കാര്യം. SFKയുടെ വൈസ് ചെയർമാൻ മറക്കല്ലേ. ഇത് പോയിട്ട് മേടിച്ചോടനെ. SFKയുടെ വൈസ് ചെയർമാൻ. പ്രിയപ്പെട്ട മുരളിക്ക് നമ്മുടെ ബന്ധം ഉപ്പയറിഞ്ഞു. നാളെ എന്നെ ഹൈദരാബാദിലെ ആയിഷമമ്മയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുക. അവിടെ പോയാൽ പിന്നെ ഇനി ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഈ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇന്ന് ഞാൻ കോളേജിൽ വരുന്ന വിവരം ആരെങ്കിലും പറഞ്ഞ് നീ അറിയുന്നു. ലൈബ്രറി വന്ന് എൻ്റെ കത്തുണ്ടോ എന്ന് നോക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഇതെഴുതുന്നത്. ഇന്ന് രാത്രി ഞാൻ മെൻസ് ഹോസ്റ്റലിലെ ജനറേറ്റർ റൂമിൻ്റെ മുമ്പിൽ കാത്തു നിൽക്കും. നീയും അവിടെ വരണം. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട് കവിതയും സംഗീതവും മാത്രമുള്ള ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. നിന്റെ മാത്രം റസിയ. സുഗു അറിഞ്ഞോ? റസിയ ബാപ്പയുടെ കൂടെ TC വാങ്ങിക്കാൻ ഓഫീസിൽ നിൽക്കുന്നു. സുഗു ഇവിടെ വഴക്കെടുത്ത് കണ്ട് പോയി വോട്ട് ചെയ്യും. കിട്ടിയോ? ഇടിമിന്നലും മഴയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു രാത്രിയായിരുന്നത്. നേരം കടന്നുപോയി. അവനെ കണ്ടില്ല. അച്ഛനും അമ്മയും ഉറങ്ങുന്നതും കാത്തിരിക്കുകയായിരിക്കും എന്ന് കരുതി ആശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷെ പുലർച്ചയായിട്ടും കാണാതായപ്പോ എന്നെ പറ്റിച്ചു എന്ന് പോലും ഞാൻ സംശയിച്ചു. എനിക്ക് മുമ്പേ വന്ന അവൻ എന്റെ തൊട്ടടുത്ത് ഒരു ചുമരിനപ്പുറത്ത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ചോ, എസ്തവാനച്ചോ, നമ്മുടെ മുരളി. ആ ദുരന്തം എന്റെ മനസ്സിന്റെ സമനില തെറ്റിച്ചു. മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു കൊല്ലത്തോളം ഞാൻ ചികിത്സയിലായിരുന്നു. മാനഭയ നിമിത്തം ഉപ്പ ഇവിടെയുള്ളതെല്ലാം വിറ്റുപെറുക്കി മംഗലാപുരത്തേക്ക് താമസം മാറി. എന്നെ ഓർത്തുള്ള ഉപ്പാടെ വിഷമം കൂടിക്കൊണ്ടേയിരുന്നു. ആ വിഷമം താങ്ങാൻ കഴിയാതായ ഒരു ദിവസം എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് ഉപ്പ യാത്രയായി. ഒരിക്കൽ ഭ്രാന്ത് വന്നിട്ടുള്ളതുകൊണ്ട് ബന്ധുക്കൾ ആരും എന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഒരു വലിയ വീട്ടിൽ വർഷങ്ങളോളം ഒറ്റയ്ക്ക് എൻ്റെ മനസ്സിൻ്റെ സമനില തെറ്റാൻ തുടങ്ങുമായിരുന്നു. മുരളിയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന ഗെറ്റ് ടുഗെദറിന് വരണമെന്ന് സാറ് വിളിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മുരളിയുമൊത്ത് കഴിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒരിക്കൽ കൂടി കാണാമല്ലോ. പക്ഷെ ഇവിടെ വന്നപ്പോൾ സന്തോഷിക്കാനല്ല കരയാനാണ് തോന്നിയത്. എല്ലാവരും വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുമ്പോൾ എൻ്റെ മനസ്സ് മാത്രം ഒരിക്കലും തിരിച്ചു വരാത്ത മുരളിയെ ഓർത്ത് കരയായിരുന്നു. തെറ്റിദ്ധാരണകൾ മാറി സുഖുവിൻ്റെയും താരയുടെയും പ്രണയം വീണ്ടും തളർക്കുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത എൻ്റെ പ്രണയത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. അപ്പോഴാണ് തുറന്നു പറയാൻ പറ്റാതെ പോയൊരു കാര്യത്തിന്റെ പേരില്ല
പണ്ട് നമ്മൾ തമ്മിലകന്നത്. ഇനി നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും പാടില്ല. എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് സ്വസ്ഥമായൊരു മനസ്സോടെ വേണം എനിക്ക് നിന്നെ സ്വീകരിക്കാൻ. നിന്റെ കത്ത് തിരിച്ചെടുക്കാൻ പോയ ആ നശിച്ച രാത്രിയില് ക്ലോറോഫോം വെച്ചൊന്ന് മയക്കി കിടത്തണമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ. വൈകുന്നേരം നടന്ന അടിയുടെ പ്രതികാരത്തിന് സതീശനയച്ച ഗുണ്ടകളാരോ ജനറേറ്റർ റൂമിൽ പതുങ്ങിയിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിറ്റേന്ന് രാവിലെയാണ് അത് മുരളിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത്. നിനക്കിനി എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. എന്നെ വെറുക്കാം, വെച്ച് നീട്ടിയ ജീവിതം തിരിച്ചെടുക്കാം, എല്ലാവരെയും ഇതറിയിക്കാം. പ്രണയം വീണ്ടു കിട്ടിയതിന്റെ ആവശ്യത്തിൽ താരയ്ക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റി. അവൻ കാരണം നഷ്ടപ്പെട്ടത് മുഴുവൻ എനിക്കാ. എന്റെ മുരളി, എന്റെ സ്വപ്നങ്ങൾ, ഭ്രാന്താശുപത്രിയിൽ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ, എന്റെ ഉപ്പ, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന ഭയാനകമായ ഏകാന്തത, ഇനിയും എന്നെ കാത്തിരിക്കുന്ന ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർഷങ്ങൾ, എല്ലാവരും കാരണം അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കണം. ഞാൻ തീരുമാനിച്ചു. ഇതാര്? പെൻഗുന? എന്താ ഈ നേരത്ത്? വാ, സംസാരിക്കാൻ ഒരു കമ്പനി ഇല്ലാതിരിക്കുമായിരുന്നു. എന്തു പറ്റി? മുരളിയെ നീ കൊന്നതല്ലേ? റസിയ, ഞാൻ ആ പാവത്തിനെ നീ കൊന്നു അല്ലേ? ഞാൻ റസിയ, എനിക്ക് ആളറിയാതെ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. നിനക്കറിഞ്ഞൂടെ മുരളി അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ട്? നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൻ എന്റെ ആരായിരുന്നു എന്നറിയോ? ഞാൻ അവന്റെ ആരായിരുന്നു എന്നറിയോ? നീ കൊന്നത് മുരളിയല്ല, എന്നെയാ. നീ ഇല്ലാണ്ടാക്കിയത് ഞങ്ങളുടെ സ്വപ്നങ്ങളാ, ഞങ്ങളുടെ ജീവിതം. നിങ്ങൾ തമ്മിൽ റസിയ, കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഒരു ദിവസം പോലും ഞാൻ മനസ്സമാനായിട്ട് ജീവിച്ചിട്ടില്ല. ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ടില്ല. തെറ്റുപറ്റിപ്പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത്? മുരളിയത്ത, എനിക്കെന്റെ മുരളിയത്ത, മരിച്ചുപോയ എന്റെ ഉപ്പായത്ത നിനക്ക് തരാൻ പറ്റില്ല.
നിനക്കൊന്നും തരാൻ പറ്റില്ല. മുരളിയെ തരാൻ പറ്റില്ല. എന്റെ ഉപ്പായി തരാൻ പറ്റില്ല. തിരിച്ചു തരാൻ പറ്റില്ല. ഞാനത് ചെയ്തത്. സാർ പയസാണ്. സുഗുവിന് ബോധം തെളിഞ്ഞു. സർ, റസിയാണ് ഇത് ചെയ്തത്. ആ, ഒരു കാരണവശാലും സുഖമുള്ള പേര് പറയാൻ പാടില്ല. ഇനി ഒരു ദുരന്തം കൂടെ താങ്ങാൻ ആ കുട്ടിക്ക് കഴിയില്ല. സർ, മൊഴിയെടുക്കാൻ പോലീസുകാർ വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, അവൻ അവളുടെ പേര് പറയും. അത് തടഞ്ഞേ പറ്റൂ. സർ, സംസാരിക്കാമല്ലോ അല്ലേ? അന്ന് എന്താ സംഭവിച്ചത്? ആ, ശടയനാവട്ടെ, പോയിട്ട് വേറെ പണിയുള്ളതാ.